അപ്പം നമ്മളൊന്ന് ബേബി യെല്ലോയുടെ തേർഡ് പാർട്ടാണ് കളിക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി ബേബി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അല്ല, നമ്മളോട് ടി വി കാണാനാണ് പറയുന്നത്. അല്ല അപ്സ്റ്റേഴ്സിലേക്ക് പോകാനാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അപ്സ്റ്റേഴ്സിൽ എത്തിയിട്ടുണ്ട്. അതേ എവിടെ ഇരിക്കേണ്ടത്. അതുകൊണ്ട് എന്തോ സാധനം വേണം. ഷീപ്പോ എടുക്ക്. അപ്പോൾ നമ്മൾ അവന് ഷീപ്പ് കൊടുത്തു നോക്കാം. ഷീപ്പല്ലേ, ഷീപ്പല്ലാന്ന് തോന്നുന്നു ഗൈസ്. ഷീപ്പ് തന്നെ ഇവിടെ കാണിച്ചപ്പോൾ നമ്മളോട് ഡോർ അടിച്ചിട്ട് പോകാനാണ് പറയുന്നത്. എന്നിട്ട് ഈറ്റ് ടോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടാമത്തെ പാർട്ട് കണ്ടെങ്കിൽ അതിൽ നമ്മൾക്ക് ഒരു ടോസ്റ്റർ കിട്ടിയത് ഇവിടെ നമ്മൾ പൊട്ടിച്ച് പാക്കറ്റിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ടോസ്റ്റ് ഉണ്ടാക്കാനാണ് പറയണത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ഒരു ബ്രെഡ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. ചീസും വെച്ചെടുത്തു. നമുക്ക് മീറ്റ് സ്ലൈസ് വെച്ച് നോക്കാം. മീറ്റ് സ്ലൈസ് 2 വെച്ചാലോ? എന്നുണ്ടാവും 2 ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ചീസ് ഇടാം. എന്നിട്ട് ഒരു പിക്കിളിൻ്റെ സ്ലൈസ് വയ്ക്കാം. പിന്നെ ഒനിയൻ വെക്കാം. പിന്നെന്താ വേണ്ടത്? ഇതെന്തോ സാധനം? മഷ്റൂം വെക്കാം. പിന്നെ പ്രധാനപ്പെട്ടത് ടൊമാറ്റോ വയ്ക്കാം. പിന്നെയും കുറച്ച് മീറ്റ് വയ്ക്കാം. അപ്പോൾ മീറ്റിൻ്റെ ആരംഭം. മുട്ട ഇടാൻ പറ്റുമോ ഇതിൽ? നമുക്കൊരു ബ്രെഡ് കൂടി വെച്ചിട്ട് അടയ്ക്കാം ഗൈസ്. അതെ, ടോസ്റ്റ് വരുന്നുണ്ട് ഗൈസ്. അയ്യോ ഗൈസ്, എന്താ പണി തുടങ്ങി ഗൈസ്. വേഗം പോയിട്ട് അവൻ്റെ ബോട്ടിലെടുത്ത് കൊടുക്കാം. ഇതെപ്പോഴും ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി ബോട്ടിലെടുത്തിട്ടുണ്ട് ഗൈസ്. അയ്യോ ഗൈസ്, നമ്മളെ അവൻ പൂട്ടി. ഇവിടെ ഏതാ വഴി? നമുക്ക് ഏത് വഴിയാ പോവാ? ഇത് കുറേ ഉണ്ടല്ലോ വഴി ഗൈസ്. ഗൈസ്, നമ്മളെവിടെ എത്തി? നമ്മൾ വീടിൻ്റെ പുറത്താണല്ലോ. ഇതല്ലേ നമ്മുടെ വീട്. ബേബി ഗൈസ് ക്രൂരനായിന്ന് തോന്നുന്നു. അവൻ്റെ മുഖം നോക്കൂ. ഇനി ഇവിടെ ഡൈപ്പർ ചേഞ്ച് ചെയ്യണമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഡൈപ്പർ ചേഞ്ച് ചെയ്യാൻ പോവാം. അതെ, എവിടെ ഇരിക്കുന്നുണ്ട് ഡൈപ്പർ. ഇവിടേക്ക് ബേബീനെ കൊണ്ടുപോകാം. നല്ല ഡൈപ്പർ കാണാൻ പറ്റുള്ളൂ. അങ്ങോട്ട് നമുക്ക് അവനെ വലിച്ചെറിയാം ഗൈസ്. അപ്പം വലിയ ശല്യമാണല്ലോ. അവനെ ക്ലോസറ്റിലിട്ട് ഫ്ലാഷ് അടിക്കാം ഗൈസ്. അവിടുന്ന് ഗൈസ് അവൻ പോയെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ ഒന്നും അവൻ പോവില്ല ഗൈസ്. ഡൈപ്പർ മാറാം ഗൈസ്. എന്താ ഈ ഡൈപ്പർ എടുക്കാൻ പറ്റാത്തത്? ചേഞ്ചിങ് ടേബിളിൽ എത്തിയില്ലേ അവൻ? ഇതാ എടുക്കുന്നു ഗൈസ്. ഇവനിവിടെ ഓക്കെ. ചേഞ്ച് ചെയ്ത ബേബി ഇപ്പം എടുക്കാൻ പറ്റി ഡൈപ്പർ. അയ്യോ ഗൈസ്, എൻ്റെ ബോധം പോണേ. അയ്യോ ബേബി, ബേബി പറക്കുന്നത്. ഇവൻ മറ്റു നിർത്തിക്കൊണ്ട് വേണം. നമ്മളെ നേരത്തെ കണ്ടില്ലേ ഒരു എക്സ്ട്രാ ഒരു വായിലേക്ക് കാണാൻ.
അതിൽ ചിലപ്പോൾ മന്ത്രം ജയിച്ചിട്ടുണ്ടാവും. അയ്യോ ഇത് തല്ലിപ്പൊട്ടി എടുക്കാൻ സാധനം കിട്ടി. എനിക്ക് വേഗം തറയ്ക്കും ഇതിനെ നാക്കിൽ തിരിയാൻ കഴിച്ചത്. ഓ ഇതൊക്കെ വിട്ട് ബേബിയുടെ ഓർമ്മ കണക്കിടുന്നു. പാവം നോക്കടോ, ഓർമ്മ നോക്കടോ. ഓ എല്ലാം ഒപ്പിച്ചിട്ട് ഓർമ്മ നോക്കി അവനെ നമുക്ക് ബെഡ്റൂമിൽ കൊണ്ടുപോയി കിടത്താൻ കഴിയും. എന്തോ സ്റ്റോറി നിങ്ങൾ കണ്ടോക്കും. അത് സ്റ്റോറി ആയിരുന്നില്ല വെറുതെ എൻ്റെ ഒരു പിക്ചർ. അപ്പോൾ നമുക്ക് വേറെ നടക്കാം. അല്ല അതാരാ നിൽക്കണ്? നമുക്ക് റീഡിങ് ചെയറിൽ പോയിട്ട് കുറച്ച് പാഠം വായിച്ചു കൊടുക്കാൻ. ഇതെന്തെടുക്കാൻ പറ്റാത്ത സ്റ്റോറി ടൈമല്ല. ഓ അവനെടുക്കാനാ പറയണത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിക്കിടെ എന്നിട്ട് അവന് കറക്റ്റായി ഒരു കോട്ട് എടുത്ത് കൊടുക്കാൻ. ഓ ഗായ്സ്, ഇതിൽ കാണുന്ന പിക്ചറാണ് ഇവന് ഇഷ്ടപ്പെട്ട ടോയ്. ആ ദിവസം വരിക. ഓ അത് മനസ്സിലായി. അപ്പം നിങ്ങൾ കഥ കേട്ടോ. Was in his bed and couldn't get to sleep. So he called out for his mother, "Please go and find my sheep." "I'm thirsty," said the prince. So the sheep fetched a drink. "I'm dirty," said the prince. So the sheep changed his clothes. "I'm tired," said the prince. "Let me count you. 1, 2, 3. "Just one more thing," said the prince. "Before I drift to sleep." He opened up his big red eyes and turned to face the sheep. "Come join me in my dreams. Stay forever in my head." Obediently, the sheep stepped forth, its mind consumed by dread. ഓ ഗൈസ്, എന്താ പറ്റിയത്? ഗൈസ് പൊമ്മങ്ങളൊക്കെ എണീറ്റുന്നു. ഇവന്റെ സിംഹാസനത്തിൽ ഇരിക്കണ്ടല്ലോ. ഓ ഇതെന്താ ഗൈസ്, ഇലുമിനാറ്റിയാ? എന്നുണ്ടായി? ഗുഡ് നൈറ്റ് പറഞ്ഞ് നമ്മള് പുറത്തായി ഗൈസ്. ഇതൊന്ത് കേസ് അടുത്ത ചാപ്റ്റർ തുടങ്ങാൻ പോവാന്ന്. ഓ അല്ല കേസ് ഇനിയുണ്ട്. നമ്മളേക്ക് ഇതൊന്താ അപ്പാർട്ട്മെന്റിലേക്ക് കയറണമെന്ന്. ഡു നോട്ട് ഗോ അപ്പ് സ്റ്റേഴ്സ്. നമ്മൾ അതിനെ ചെയ്യുള്ളൂ. പോവരുതെന്ന് ഇവർ പറഞ്ഞാൽ നമ്മൾ പോകണം. എന്താ മന്ത്രമൊക്കെ ചൊല്ലുണ്ടല്ലോ. എന്നാ അവൻ പുറത്താക്കി കേസ്. ഓ റാബിറ്റിനെ ഫോളോ ചെയ്യാം. ലിഫ്റ്റിൽ കയറാനാണ് വേണ്ടത്. ലിഫ്റ്റിൽ കയറുമ്പോൾ നമ്മൾ ഏതോ ഒരു ഫ്ലോറിലേക്ക് പോകണം. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ ഇനി അടുത്ത പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. ശരി, ബൈ.